ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സോപ്പിൻ്റെ ഫോർമുല കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണത് എന്നുള്ളത്. ഒരുപാട് പേര് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരും പുതിയതായിട്ട് ഈ ഒരു ഇതിലേക്ക് വരുന്ന ആൾക്കാരും ഒക്കെ. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് സോപ്പ് വെക്കേണ്ട പാത്രം ഒക്കെ വെക്കണമല്ലോ, സോപ്പ് ബേസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് നമ്മൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒരു ക്വാർട്ടർ ആയിട്ട് എടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് വേറൊരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ബീക്കറോ ഗ്ലാസ് ബൗൾസോ അങ്ങനത്തെ ഉള്ള സാധനം അലുമിനിയം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളിതുണ്ട് ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ സോപ്പ് ബേസ് വെക്കേണ്ടത്. താഴത്തെ വെള്ളത്തിലേക്ക് മുകളിലത്തെ വേറൊരു പാത്രം, അതായത് സോപ്പ് ബേസ് വെക്കണ പാത്രം ഇറക്കി വെക്കണം. എന്നിട്ട് നമ്മളിതുപോലെ സോപ്പ് ബേസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, മെൽറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അലോവേര ഒക്കെ വെച്ചിട്ടൊരു ഡയറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, ഡയറക്റ്റായിട്ട് നമ്മൾ സോപ്പ് ഇപ്പോൾ അലോവേര വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 months നമുക്ക് സോപ്പ് നിൽക്കുള്ളൂ കേട്ടോ. അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൽ പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റില്ല ഫംഗസൊക്കെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുക, ഇത് 3 മാസമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുക. അതായത് നമുക്ക് അടുത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാനിവിടെ അലോവേര, തുളസി, കർപ്പൂര തുളസി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, പിന്നെ സ്കിന്നിന് നല്ല ഒരു അടിപൊളി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഭയങ്കരമായിട്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും മാറി നമ്മുടെ സ്കിന്നിൽ നമ്മൾ ചില ആൾക്കാരുടെ സ്കിന്നിൽ ഒരു ജസ്റ്റ് പാടുപോലെ വരില്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ ഇത്തരം കണ്ടൻറ്റുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കുറച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽസ് എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്കിൻ കെയർ ഓയിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് അലോവേരയിൽ തന്നെ ഒരു പൾപ്പുണ്ട്. അപ്പോൾ ആ ഒരു അത് വെച്ച് തന്നെ നമുക്ക് വെള്ളം ചേർക്കാണ്ട് തന്നെ അതിനകത്തെ കണ്ടൻറ്റുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതായത് തുളസിയുടെയും കർപ്പൂര തുളസിയുടെയും പനിക്കൂർക്കയുടെയും ഒക്കെ കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നല്ലതാണ്. ഈ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതുണ്ട് സോപ്പ് ബേസ് നമ്മൾ വീണ്ടും ചുമ്മായിട്ട് ഇളക്കാതെ വെക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടും. കാരണം അത് അവിടെ തന്നെ വെക്കുന്നു, എപ്പോഴും വന്ന് ഇളക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, മുകളിലിങ്ങനെ ജസ്റ്റ് ഇത് കാണുന്നില്ല, ഇത് പാട കിട്ടുന്നതാണ്. തീ കുറച്ച് വെക്കുമ്പോഴത്തേക്കിന് ജസ്റ്റ് മുകളിൽ ഇതാവുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം വീണ്ടും മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് സോപ്പ് ബേസ് മെൽറ്റ് ആകുമ്പോഴത്തേക്കിനും, അതായത് അലിയുമ്പോഴത്തേക്കിനും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ പച്ച സാധനങ്ങൾ ഇട്ട ഉടനെ നമ്മൾ സോപ്പിലേക്ക് ഒഴിക്കുമ്പോൾ പച്ച കളറൊന്നും കിട്ടില്ല കേട്ടോ, അത് പ്രതീക്ഷിക്കണ്ട. പിന്നെ നമ്മൾ കളറൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യും, എക്സ്ട്രാക്റ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സിന്തറ്റിക് കളറാണ് കോസ്മെറ്റിക് ഗ്രേഡ് കളർ എന്ന് പറയുമ്പോഴത്തേക്കിനും. ഇനി ഫുഡ് കളർ ചേർക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫുഡ് കളർ ചേർക്കുമ്പോൾ അത് സിന്തറ്റിക് അല്ല. അപ്പം എന്താ പറയുക, ഇത് നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ പച്ചയ്ക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പൗഡേഴ്സൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിൽക്കും. ഇത് പച്ചയ്ക്ക് എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേനും 3 months എന്താണെങ്കിലും നിൽക്കുള്ളൂ. കാരണം അതിൻ്റെ ഫംഗസുകൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കണ്ണുകൊണ്ട് കാണത്തൊന്നുമില്ല. അത് നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യുന്നതൊന്നും, ചിലതൊക്കെ പൂത്തിങ്ങനെ വരുന്നൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തേലോട്ടെ, ഇനി അത് അങ്ങനെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം. അലോവേര നീമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അലോവേരയും നീമിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുത്തത്. നല്ല മണമാണ്, ഒരു രക്ഷയില്ല. എന്താണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ബെസ്റ്റ് കോമ്പിനേഷനാണ്. സ്മെല്ലൊരു രക്ഷയില്ല. ബാത്റൂമിലൊക്കെ നല്ല സ്മെല്ല് നിൽക്കും കേട്ടോ. ഇപ്പം ഞാനിത് ഇത്രയും സോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വേറെ ഓർഡർ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സോപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് കറക്റ്റ് ഫോർമുലേഷൻസിൽ നമ്മൾ കറക്റ്റ് pHും അതുപോലെ തന്നെ സോപ്പ് ടെസ്റ്റ് ചെയ്താൽ അത് പാസ്സായി കിട്ടുന്ന രീതിയിലുള്ള ഫോർമുലേഷൻസൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ.